അഭിവന്ദന പിതാവേ, കടന്നു വന്നിരിക്കുന്ന വന്യവൈദികരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ നല്ല കയ്യടിയോടുകൂടി നമ്മുടെ സർക്കാരിലേക്ക് സ്വാഗതം ചെയ്യാം. ഓരീശോ നിൻ വെളിവാൽ കാണുന്നു, വെള്ളിയടിയാരഖില താരമതാം വെള്ളിവും നീ കാന്ത്യാനങ്ങളെ നീ താത്തൻ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഇടയനോടൊപ്പം എന്ന പരിപാടിയിലാണ് നാം ആയിരിക്കുന്നത്. ബത്തേരി രൂപതയിലെ ആദ്യത്തെ പ്രോഗ്രാമായി നിലമ്പൂർ മേഖല ആദ്യത്തെ മരളുന്നത് അഭിമാനകരമാണ്. അഭിമന്യ പിതാവെ, കടന്നു വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏവർക്കും ചോക്കാട് മലങ്കര കത്തോലിക്ക ദൈവഗണത്തിലേക്ക് കൃത്യമായ സ്വാഗതം. വിശുദ്ധ തോമസ് ലിഹായുടെ മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയം അഭിമന്യ ഡോക്ടർ ജോസഫ് കുമാർ തോമസ് മെത്രാപ്പോലിത്തയുടെ സാന്നിധ്യം കൊണ്ട് ഇന്ന് ധന്യമായിരിക്കുന്നു. ഇടയനോടൊപ്പം എന്ന ഈ ആഘോഷ പരിപാടിയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ജീസ ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനഗാനം ഞങ്ങൾ പാടാം, പാവനമാലയത്തിനുള്ളിൽ. പ്രാർത്ഥനഗാനം ഞങ്ങൾ പാടാം, പാവനമാലയത്തിനുള്ളിൽ. പാഴിലാകരുതേ പാദ തേടുമ്പോൾ, പാഴിലാകരുതേ നീ പാദ തേടുമ്പോൾ. താപമേറും മാനസേ. സുവിശേഷം 10-ാം അധ്യായം. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഇടയനോടൊത്ത് എന്ന ഈ വലിയ അനുഗ്രഹിക്കപ്പെട്ട പരിപാടി അഭിമന്യ പിതാവിനോടൊപ്പം നാം ആയിരിക്കുകയാണ്. 10 മേഖലകളിലൂടെ ഈ വരുന്ന 28-ാം തീയതി സമാപിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പരിപാടിയെ ഇന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ നമ്മഹേന്ദ്ര തിരുനാൾ ആചരിക്കുന്ന അഭിമന്യ പിതാവിനോടൊപ്പമുള്ളതായ നമ്മുടെ വലിയ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഈ കാലമത്രയും നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസ സമൂഹത്തിന് വേണ്ടിയുള്ള അഭിമന്യ പിതാവിന്റെ ത്യാഗവും സമർപ്പണവും വിശ്രമമില്ലാത്ത ശുശ്രൂഷകളും നാം കാണുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്, ചേർന്ന് നിൽക്കുന്നവരാണ്. വീണ്ടും അഭിമന്യ പിതാവിനോടൊപ്പമുള്ളതായ നമ്മുടെ ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യപ്പെട്ട ഈ നിമിഷത്തെ ദൈവസന്നിധിയിൽ നമുക്ക് ഈ ദിവസത്തെ സമർപ്പിക്കാം. നാമഹേന്ദ്ര തിരുനാൾ ആചരിച്ച് നമ്മോടൊപ്പമുള്ള സന്തോഷത്തിൽ പങ്കുപറ്റുവാനായി ഇതിന്റെ എല്ലാ കർമ്മ പദ്ധതികളിലും അഭിമന്യ പിതാവിന്റെ ഭവന നിർമ്മാണ പദ്ധതി എന്ന ആ വലിയ സ്വപ്ന പദ്ധതിയിൽ നമ്മുടെ വലിയ സഹായവും സമർപ്പണവും സമർപ്പിക്കുമ്പോൾ അഭിമന്യ പിതാവിന് നിലമ്പൂർ മേഖലയിലേക്ക്, പ്രത്യേകമായി ചോക്കാട് ഇടവകയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഹൃദയപൂർവ്വം ഊഷ്മളതയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ രൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത, രൂപതയുടെ വികാരി ജനറൽ വന്യ ജേക്കബ് ഓലിക്കലച്ചൻ, രൂപതയുടെ പ്രൊക്രേറ്റർ ബഹുമാനപ്പെട്ട ചാക്കോ വെള്ളാംചാലച്ചൻ, ഈ ഇടവകയുടെ വികാരിയും പ്രോട്ടോ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ചാപ്പർകിലച്ചൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, സ്നേഹമുള്ള സന്യസ്തരെ, ഏറ്റവും പ്രിയ സഹോദര സഹോദരിമാരെ,
ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാമാശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാമാശംസകൾ. ഒരുപാടു നന്മകളേകി അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള നാളുകളെന്നും അനുഗ്രഹപ്പൂമഴ കാണാം. നന്ദി മലരേകാം പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. നന്ദി പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. അഭിനന്ദിയ പിതാവേ, ബഹുമാനപ്പെട്ട ജനറാളച്ചന്മാരെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇടവേളയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ സഭ 100 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സന്തോഷത്തിൽ നമ്മളായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രൂപതയുടെ മധ്യസ്ഥനായ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ കൊണ്ടാടുന്ന അവസരത്തിൽ സന്തോഷമുള്ളവരായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠത്തെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, തോമസ് ശ്ലീഹായുടെ നാമധാരിയായ നമ്മുടെ പിതാവ് തോമസ് ശ്ലീഹായെ പോലെ തന്നെ സഭാ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതനാണെന്ന് എടുത്തു പറയാനുള്ള കാര്യമില്ലല്ലോ. ഒരു വ്യത്യാസം മാത്രം, തോമസ് ശ്ലീഹ കടൽ താണ്ടി സുവിശേഷത്തിനായി ഇവിടെ വന്നു. നമ്മുടെ പിതാവ് പത്തനംതിട്ടയിൽ നിന്നും വയനാട്ടിലേക്ക് ജലപാത ഇല്ലാത്തതിനാൽ കരമാർഗം വന്നു എന്നൊരു പ്രത്യേകത മാത്രം. പിതാവ് ബത്തേരിയും രൂപതയിൽ വളർന്നു നടന്നതായി സഭയ്ക്കും രൂപതയ്ക്കും എത്രമാത്രം ഉന്നതിയും ഉയർച്ചയും ഉണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ചും ആത്മീയമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വികസനോന്മുഖമായും എല്ലാ കാര്യങ്ങളിലും പിതാവ് സഭയെ ഉണർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിനന്ദിയ ജോസഫ് മെത്രാപ്പോലീത്ത, പെരിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ ഫാദർ എപ്പിസ്കോപ്പ സെബാസ്റ്റ്യൻ ടി പടിവെച്ച, പെരിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ ജേക്കബ് ലച്ച, മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, ആത്മായ പ്രേക്ഷിതരെ, ഇന്ന് നമ്മൾ അഭിനന്ദ പിതാവിന്റെ നാമധേയ തിരുനാൾ ആഘോഷിക്കുന്നതിനും ഇടയനോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നിച്ചിവിടെ കൂടിയിരിക്കുന്നത്. ജൂലൈ 3 വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ നമ്മൾ ആഘോഷമായി ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. അനുഗ്രഹപ്രദമായ ആ സുദിനത്തിൽ നമ്മുടെ ബത്തേരി ഭദ്രാസനത്തിലെ നാമധേയ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഇടയനായ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തായ്ക്ക് നാമധേയ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും നന്മകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിലമ്പൂർ മേഖലയെ സംബന്ധിച്ച് ഇന്ന്
ഒരു അതിപ്രധാനമായ ദിവസമാണ്. കാരണം നമ്മുടെ ബത്തേരി രൂപതയിൽ മേഖല ഇടയനോടൊപ്പമായിരിക്കുന്നതിന്റെ ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ ഫീസ്റ്റ് ആഘോഷിക്കുവാൻ നമ്മൾക്കാണ് ഏറ്റവും ആദ്യം അവസരം കിട്ടിയിരിക്കുന്നത്. ഈ കാര്യത്തില് ഏറ്റവും അനുഗ്രഹപ്രദമായ ഈ അവസരത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്ന ജോസഫ് മാർ തോമസ് പിതാവ്, അങ്ങേക്ക് ഞങ്ങളുടെ നിലമ്പൂർ മേഖലയുടെ MCMFന്റെ വന്നു ചേർന്നിരിക്കുന്ന അംഗങ്ങളുടെയും ഓരോ ഇടവകയിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ആയുസ്സാരോഗ്യ സൗഭാഗ്യങ്ങളോടുകൂടി ഇനിയും കൂടുതൽ നാൾ അങ്ങ് ഞങ്ങളോടൊപ്പമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഫീസ്റ്റിന്റെ എല്ലാവിധ മംഗളാശംസകളും ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നേരുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബത്തേരി രൂപതയുടെ അഭിവന്ദരായ വികാരി ജനറൽ അച്ഛന്മാരെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അഭിവന്ദരായ വൈദികരെ, സന്യസ്തരെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, ആദ്യമേ തന്നെ നിലമ്പൂർ മേഖല MCയുടെ പേരിലുള്ള എല്ലാവിധ നാമഹേതുക തിരുനാളിന്റെ മംഗളങ്ങളും പിതാവിനെ അറിയിച്ചുകൊള്ളും. അഭിവന്യ പിതാവിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് 97 മുതൽ എനിക്ക് അഭിവന്യ പിതാവിനെ അറിയാം. ഞാൻ മാറിവാനിയസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെന്റ് തോമസ് കോളേജിലായിരുന്നു താമസം. അതിന്റെ തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങിലായിരുന്നു പിതാവ് താമസിച്ചിരുന്നത്. മാറിവാനിയസ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്തു വരുന്ന പിതാവ്, എനിക്ക് തോന്നുന്നു മറ്റ് വൈദികരൊക്കെ തന്നെ വലിയ കാശൊക്കെ മുടക്കി കാറിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്കൂട്ടർ ഉപയോഗിച്ചാണ് പിതാവ് യാത്ര ചെയ്തു വന്നത്. വന്ധ്യ ജനറൽ അച്ഛന്മാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ ജനങ്ങളെ, യുവജനങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടനമെന്ന് ആപ്തവാക്യവുമായി ഈ വർഷം കൊണ്ടാടുകയാണ്. ഇന്ന് ഇവിടെ കൂടിയൊരുവന് കാരണഭൂതനായ അഭിവന്യ തോമസ് പിതാവിന്റെ നാമഹേതുക തിരുനാളിന് മംഗളങ്ങൾ ആദ്യമേ നേരുന്നു. പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്ത എന്താണെന്നാൽ പാവങ്ങളോട് ഭക്ഷണം ചേരുവാനുള്ള പിതാവിന്റെ നല്ല മനസ്സാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം എന്നുള്ള പിതാവിന്റെ സ്വപ്ന ഭവന പദ്ധതി. നിലമ്പൂരിന്റെ ഈ മണ്ണിലേക്ക് തന്റെ അജഗണങ്ങളെ തേടി എത്തിയിരിക്കുന്ന വന്ധ്യപിതാവിന്, തോമസ് നാമധേരികളായിരിക്കുന്ന വന്ധ്യവൈദികർക്കും ആത്മായ സഹോദരങ്ങൾക്കും തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹവും യാചിച്ചുകൊണ്ട് പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിലമ്പൂർ മേഖല MCY പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രിസ്. പിതാവെ, ശ്രേഷ്ഠ വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, വിവിധ ഇടവകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിതാവിന് നാമഹേതുക തിരുനാളിന്റെ ആശംസകൾ അറിയിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ നിലമ്പൂർ മേഖല സൺഡേ സ്കൂളിന്റെ പേരിൽ അഭിവന്യ പിതാവിനും തോമസ് നാമധാരികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമഹേതുക തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. ഭൂമിയെ കുറിച്ചുള്ള ഒരു കവിതയുണ്ട്, പലരും പഠിച്ചിട്ടുണ്ടാകാം. കാണെ കാണെ വയസ്സാകുന്നു മക്കൾക്കെല്ലാം എന്നാലമ്മേ, വീണക്കമ്പികൾ വീട്ടുകയല്ലി നവതാരുണ്യം നിൻതിരുകുടലി എന്നാണ് വരികൾ തുടങ്ങുന്നത്. ഓരോ വേനൽക്കാലവും വരണ്ടുടങ്ങിയ ഭൂപ്രകൃതി അടുത്ത മഴക്കാലമാകുമ്പോഴേക്കും നന്നായി പച്ച പിടിച്ച് തളിർത്ത് തളിരും പൂവും ഒക്കെയായി അതിമനോഹരിയായി ഭൂമി ചെറുപ്പക്കാരിയായി വരുന്നതിനെ കുറിച്ചുള്ള ഒരു കവിതയാണ്. ഈ കവിതയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കുന്നത് അഭിവന്യ പിതാവിനെ കുറിച്ചാണ്. റിട്ടയർമെന്റിന് ശേഷം ബത്തേരി രൂപതയിലേക്ക് കടന്നു വന്നിട്ട് ഈ 14 വർഷക്കാലം ഓരോ വർഷവും പിതാവ് കൂടുതൽ ഊർജ്ജിതനും കൂടുതൽ ചെറുപ്പക്കാരനുമായി വരികയാണ്. വ്യത്യസ്തമായ രൂപത്തിലല്ല പറയുന്നത്, പ്രവർത്തനങ്ങളുടെ കാര്യം എടുത്തു നോക്കുമ്പോഴാണ്. നമ്മളൊക്കെ അറിയാം, നമ്മളൊക്കെ വാർദ്ധക്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നവീകരണത്തിന്റെ അല്ലെങ്കിൽ വളർച്ചയുടെ വലിയൊരു പാത തുറന്നു തരുവാൻ പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. പിതാക്കന്മാർ ബത്തേരി രൂപതയ്ക്ക് ഇത്രയും വികസനം എത്തിച്ചേരാത്ത അല്ലെങ്കിൽ സാധാരണക്കാരെ ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലത്ത് വരികയും നമ്മുടെ സഭയുടെ അടിസ്ഥാനം
ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത മുൻപിതാക്കന്മാരെ പിന്തുടർന്നുകൊണ്ട് തന്നെ അതിലേറെ സാധാരണ ജീവിതം അല്ല വേണ്ടത്. ആളുകളുടെ ജീവിതവും അവരുടെ വ്യക്തിപരമായ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ കുട്ടികളുടെ പഠന സംബന്ധമായ വളർച്ച, ഇതെല്ലാമാണ് സാമൂഹ്യമായ ഒരു തരത്തിലുള്ള വളർച്ചയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്, നമ്മുടെ സഭയ്ക്കും അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഈ പ്രദേശത്തുള്ള മറ്റാളുകൾക്ക് വേണ്ടത് എന്ന കൃത്യമായ പ്ലാനിങ്ങോടെ, കാര്യമായ കാര്യക്ഷമതയോടെ, ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന പിതാവിന് ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലുള്ള നമുക്ക് തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. മുതുകാട് ഇടവകയിൽ നിന്ന് നടന്നു. ചോക്കാട് ഇടവക, ഏനാദി ഇടവക, കരുവാരകുണ്ട്, പുളിയക്കോട്, ചെറുകര, മാട്ടനാട്. പുതുകാട് ഭാരത് മാതാ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരിക്കുന്ന ശ്രീമതി ജെനി ജോസിഫ്. ഹോളി സ്പിരിറ്റ് കോൺവെന്റ്, DM കോൺവെന്റ്, MCM. MCYM. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വരാവുന്നതാണ്. യുവതയുടെ മുഖ്യ വ്യാഴനാൾ സെബാസ്റ്റ്യൻ കീഴ്പള്ളിപ്പ, വികാരനാൾ ജേക്കബ് വാലിക്കുളച്ചൻ, നമ്മളുടെ വൈദിക ജില്ലയുടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് ചാപ്പത്തച്ചൻ, വൈദിക സെക്രട്ടറി ബഹുമാനപ്പെട്ട സിജോ, നമ്മുടെ ഈ മേഖലയിലെ പ്രസ്തുലിക ശുശ്രൂഷകൾക്ക് നടത്തുന്ന മാത്യുച്ചൻ, ബഹുമാനപ്പെട്ട റീസച്ചൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളെ, വിവിധ പ്രസ്തുലിക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെ, നമ്മുടെ സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാരായി പ്രവർത്തിക്കുന്ന ജീവസാലം ടീച്ചർ, മറ്റ് അധ്യാപകരെ, നമ്മളുടെ വിവിധ ഇടവകളിൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രതിനിധികളെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരിമാരെ, വളരെയേറെ സന്തോഷമുള്ള ആത്മാഭിമാനമുള്ള ഒരു സന്ദർഭമാണ്. അതിന്റെ കാരണങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനെ ആവർത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ വൈദിക ജില്ലകളിലും ലേനോടൊപ്പം എന്നുള്ള പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് എന്റെ തിരുനാൾ ആഘോഷിച്ച അച്ഛന്റെ നേതൃത്വത്തിൽ പ്രകാരം നടത്തിയുള്ള സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അച്ഛന് എല്ലാവിധമായ തിരുനാൾ ആഘോഷങ്ങളും ഇവിടെ സാംസ്കാരികമായ സഭാകൾക്ക് എല്ലാവിധമായ തിരുനാൾ ആഘോഷങ്ങളും ദൈവാനുഗ്രഹങ്ങളും സമർത്ഥമായി നേരുകയാണ്. തോമസ് ലിയായെ സംബന്ധിച്ച്
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. നമ്മളുടെ ഈ ശിഷ്യൻ എന്താണെന്ന് നമുക്ക് അറിയാൻ തോമാശ്ലീഹ കർത്താവായ യേശുക്രിസ്തുവിനെ ഭാരത നൽകിയിരുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസി യേശുവിനെ നൽകുക എന്നുള്ളത്. തോമാശ്ലീഹ മറ്റെന്ത് നൽകുകയും ചോദിച്ചാൽ തോമാശ്ലീഹ കർത്താവിന്റെ സുവിശേഷം വേദോസ്തകം നൽകിയിരുന്നതാണ്. വലിയ അപ്പസ്തോലിക ശുശ്രൂഷയാണ് എല്ലാവർക്കും വേദോസ്തകം തോമാശ്ലീഹയുടെ ശുശ്രൂഷയാണ്. തോമാശ്ലീഹ നൽകിയ ലഭിച്ചാൽ തോമാശ്ലീഹയാണ് പരിശുദ്ധ ദൈവമാതാവിനെ ഇവിടെ തോമാശ്ലീഹ സ്ഥാപിക്കുന്നില്ല. ദൈവദാസനായ മാറിവാന തിരുമേനിയെ പുനരുദ്ധരിക്കപ്പെട്ട മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇപ്പോഴും പറയുന്ന പുനരുദ്ധരിക്കപ്പെട്ട മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അതിന്റെ സെന്റിനറി ആഘോഷിക്കുവാനായിട്ട് പോകുന്ന അവസരത്തിൽ അനേകം പരിപാടികളെ നമ്മൾ വിഭാവനം ചെയ്യുകയും സിനഡിലെ പിതാക്കന്മാരെ പ്രമേയ കാര്യം നമുക്ക് ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട. ആഘോഷങ്ങൾക്ക് പകരമായി നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്കെല്ലാം ഒരു ഭവനം വെച്ചു കൊടുക്കുവാൻ സാധ്യമായ ഇത് ഇക്കാലത്ത് ഇത് വെല്ലുവിളിയാണ്. എനിക്ക് തോന്നുന്നു 200 കൂടുതൽ കൂടി വെച്ച് കഴിഞ്ഞു. 4,400 കൂടുതലായി. KCBC ഒരിക്കലും നമ്മൾ എങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചെങ്ങനെ ചോദ്യ പിതാക്കന്മാരെല്ലാം വീടുപണിയാണ്. നമ്മുടെ ഈ മാനന്തവാടിയുടെ അവരുടെ 9ാം ജൂബിലിയില് ഞാനത് ആവിഷ്കരിച്ചു. അപ്പോൾ അവരതാണ്ട് 300ഓളം വീടുകൾ പണിയുന്നതാണ്. നിങ്ങളതിന് നല്ലൊരു ആശയം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിലൊക്കെ ആശയമാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി 5 കോടി വീടുകളാണ് ഭാവന ചെയ്യുന്നത്. കേരളത്തിൽ ഭവനത്തിൽ യഥാർത്ഥത്തിൽ ഈ ഭവന പദ്ധതിയുടെ നേതൃത്വം നല്ല നേതൃത്വം നൽകിയത് മലങ്കര കത്തോലിക്ക സഭയാണ്. പക്ഷെ നിങ്ങൾക്കറിയാവുന്നറിയില്ല, MN ഗോകുലൻ നായർ ഇവിടെ കൃഷിമന്ത്രിയായിരുന്നപ്പോൾ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ് നെൽസൺ വീട് എന്ന് പറയുന്ന ആശയവും ബേക്കർ സാഹിബിലൂടെ കൊണ്ടുവന്ന് മന്ത്രി കേൾപ്പിച്ചതും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയാണ്. പ്രിയാമാരോട് വലിയ ശുശ്രൂഷയായി മാറിയിരിക്കുന്ന സന്തോഷ കുടുംബശ്രീ നമ്മുടെ ശ്രേയസിന്റെ പ്രോജക്റ്റ് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോ ഈ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സംഭാവനയുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സുവിശേഷവൽക്കരണം എന്നുള്ള സന്ദേശവും നമ്മുടെ ഭാരതസഭയ്ക്ക് നമുക്കറിയാവുന്ന പോലെ മറ്റേതിൽ നിന്ന് ആരംഭിച്ച് മലങ്കര സഭ ഏറ്റെടുത്തു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ സഭകളും സുവിശേഷത്തിലേക്ക് മിഷൻ പ്രവർത്തനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ലീഡേഴ്സ് പഴയ യൂത്തിലാണ് സിജോ അറിയിപ്പുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിലെ കുട്ടികൾ നമ്മുടെ രണ്ടാളത്തിനാണ് ഇതിന്റെ ഭാഗവും കൊടുത്തത്. ഇവിടുന്ന് കാർപ്പിച്ച് അവർ തന്നെ വേസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ആന്ധ്രയിൽ ചെന്ന് അവിടെ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നലെ വൈകിട്ട് എന്റെ അടുത്ത് പറഞ്ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനായിട്ട് പോവുകയാണ്. അവര് ഭവനത്തിന്റെ ഭാഗമായി ആദ്യമായി ഭവനം നിർമ്മിച്ച് അത് പറഞ്ഞു വെച്ചിട്ടാണ് ഈ എല്ലാവർക്കും വെളികളൊക്കെ വരുമ്പോൾ അത് കർത്താവ് നോക്കിക്കൊള്ളു. വിശ്വാസിയുടെ പിതാവായ അബ്രാഹാം പറഞ്ഞത് കർത്താവ് നോക്കിക്കൊള്ളു. സഭയുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളും മഹനീയമായ തീരുമാനമാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് ഞാൻ 2-3 ചെറിയ കാര്യങ്ങൾ മാത്രം പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമതായി നിങ്ങളെല്ലാം എല്ലാ വൈദികരും ക്രിസ്ത്യൻസും നമ്മളുടെ ഭാഷയ്ക്ക് മത്സരങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്ത് ആശംസകളും പ്രാർത്ഥനകളും ചേർന്നുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഞാനിവിടെ അറിയിക്കുകയാണ്. നമ്മുടെ അരിമയിൽ നിന്ന് അച്ഛന്മാരെ പ്രത്യേകിച്ചും 2 രണ്ടാളച്ഛനും കുട്ടറയച്ചന് ഇതെല്ലാം ഇതിന്റെ ഭാഗഭാഗമാണ്. നന്ദി പറയേണ്ട ആവശ്യമെങ്കിലും അവരുടെ സ്ഥാനത്ത് കൃത്യമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരും എല്ലാ ജില്ലകളിലും പോകാൻ തുടങ്ങി എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങൾ അതൊരു വലിയ ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്തിരിക്കും. അവിടെ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള പരിശുദ്ധാപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നോബിനുമായിട്ടുള്ള ഒരു ശാസ്ത്രീയ ലേഖനം എഴുതുന്നുണ്ട്. ക്രിസ്തു ജീവിച്ചെന്നാണ് അതിന്റെ പേര്. അതിനകത്ത് മാർപ്പാപ്പ പറയുന്ന 3 കാര്യം മാത്രം ഓർമ്മിക്കുകയാണ്. മാർപ്പാപ്പ ഈ അടുത്ത സ്നേഹത്തിന്റെയും കാരണത്തിന്റെയും അടയാളമാണ്. എത്രയോ പേർക്കാണ്, ലക്ഷക്കണക്കിന് പേർക്കാണ് നമ്മളെ സഹായങ്ങൾ ശ്രേഷ്ഠ എത്തിക്കുന്നത്. ഇപ്പോൾ 100 കോടിയിൽ പല രൂപയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ സമൂഹത്തിന്റെ മുഴുവൻ കുളിപ്പായി ഉപ്പായി പ്രകാശമായിട്ട് മാറുന്ന സഭയാണ് മലങ്കര കത്തോലിക്ക സഭ.
അതിന്റെ ഒരു ഭാഗമായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയതാണ് നമ്മുടെ ദൗത്യബോധം. നമ്മളുടെ എന്താണ് ഈ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ രൂപതയിൽ ഈ കുഞ്ഞ് വീട് കിടന്നുറങ്ങുവാൻ ഒരു അഡ്രസ്സിന് വേണ്ടി 5 സെന്റ് ഭൂമിയില്ലാത്ത ആരും ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന് നിറവ് നൽകിയപ്പോൾ അത് നമ്മൾ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ച് പ്രവർത്തിക്കുകയാണ്. ആ ഒരു കൂട്ടായ്മയിലാണ് നമ്മുടെ ദൗത്യബോധം. അനേകം ദൗത്യബോധങ്ങളുടെ വിഷയം പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ശുശ്രൂഷ നമുക്ക് നൽകുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഭിമാന ബോധമാണ്. ഈ മലക്കര സുറിയാനി കത്തോലിക്ക സഭ അഭിമാന ബോധമുള്ള ഒരു സഭ. മലക്കര സഭ മലക്കര അതൊരു സ്നേഹം. നവകോശങ്ങളിൽ ഞാൻ പ്രതിസന്ധിയിലാണ്. നമുക്കൊരു ആത്മബോധമുണ്ട്. ഈ മലക്കര സുറിയാനി കത്തോലിക്ക സഭ ദൈവദാസനായ മാറിവാന്റെ സിനിമനെ പുനരുദ്ധരിച്ചത് സമാധാനത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധനായ മാറിവാൻ സിനിമ പ്രാർത്ഥനകളിൽ വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്താണ് സഭ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മാഭിമാനത്തോട് പ്രവർത്തിക്കേണ്ട ഈ സഭകളുടെ എല്ലാ മുന്നിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയും ഒരു ശുശ്രൂഷ അതെവിടെ ആരംഭിക്കുന്ന വെച്ചാൽ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരിലായിരുന്നു. ഇന്ന് സഭയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഭാ കൂട്ടായ്മയുടെ പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന രീതിയിൽ പാവപ്പെട്ടവരിലേക്ക് സഭ കടന്നു ചെല്ലുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മറ്റ് ചിന്തകളെല്ലാം മാറിപ്പോകുവാനായിട്ട് നമുക്ക് സാധ്യമാകും. ഈ മർഫി പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യങ്ങളാണ് യു ആർ എ ഷെയറിംഗ് കമ്മ്യൂണിറ്റി. ഞാൻ അമേരിക്കയിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ 3 വാക്കുകൾ എന്നെ വളരെ സ്പർശിച്ചു. എന്നോടൊപ്പം ചെയ്തൊന്നുമില്ല. അവിടെ കിട്ടില്ല. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം കണ്ട് സഭാക്കാണ് യു ആർ എ കമ്മ്യൂണിറ്റി. നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോ ഞങ്ങളുടെ ആൾക്കാർക്ക് പള്ളി വരാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് പലപ്പോഴും പള്ളിക്ക് ഒരു പ്രാർത്ഥിക്കാറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സഭയിലെ അസംബ്ലിമാരെല്ലാം നോക്കിയപ്പോ എല്ലാ വീടുകളിലും 1, 2, 3 ആൾക്കാരെ ചേർന്നിട്ടുണ്ട്. പിന്നലേക്ക് മറ്റു പള്ളി വരുമ്പോഴത്തെ 10-40 പേര് ചേർന്നിട്ടുണ്ട്. മറ്റൊരു കാര്യമൊന്നുമല്ല. അത് നമ്മൾ പോസ്റ്റ് ചെയ്തോ മനസ്സാരപ്പെടുത്തിയതോ കടമപ്പെടുത്തിയതല്ല. നമ്മൾ നല്ല സാക്ഷ്യങ്ങളുടെ കടന്നു വരുന്നവരാണ്. ആത്മാഭിമാനമുള്ള ഒരു സഭയായി അവരോടൊക്കെ പ്രാർത്ഥിക്കുവാനായി അവരുടെ ശുശ്രൂഷകളായിരിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാകുന്നതാണ്. നാം എന്തെല്ലാം കരുതണം, എങ്ങനെ അവർക്ക് വേണ്ടി ഒരു വർഷം നമ്മളൊരു തുക മാറ്റി വെക്കണമെന്നതിനെ കുറിച്ച് വളരെ സ്പഷ്ടമായി ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അച്ഛനിവിടെ സമ്മതിക്കുകയുണ്ടായി. അച്ഛനിവിടെ കടന്നു വന്ന് ഈ കാണിച്ചിരിക്കുന്ന വലിയ ഒരു ത്യാഗോചരമായ മനസ്സിന് നിലമ്പൂർ മേഖലയിലെ എല്ലാ വൈദികരുടെയും അൽമായുടെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.